എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ ഈ പർട്ടിക്കുലർ URL-നകത്ത് അവൈലബിൾ ആണ്. ഞാൻ ആ പർട്ടിക്കുലർ URL ഓൾറെഡി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മൾട്ടി സെലക്ട് എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ആണ്. സെലീനിയത്തിലെ സെലക്ട് എന്ന ക്ലാസ് യൂസ് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രോപ്പ് ഡൗണിന്റെ ടാഗ് സെലക്ട് എന്ന ടാഗ് ആയിരിക്കണം. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇൻസ്പെക്ട് ചെയ്തപ്പോൾ സെലക്ട് എന്നുള്ള ടാഗാണ് ഈ ഡ്രോപ്പ് ഡൗണിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെലക്ട് എന്ന ക്ലാസ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗണിന്റെ ലൊക്കേറ്റർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ID എന്ന ലൊക്കേറ്ററും ഉണ്ട്, നെയിം എന്ന ലൊക്കേറ്ററും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ID എന്ന ലൊക്കേറ്റർ ആയിരിക്കും. അതിന്റെ വാല്യൂ കാർസ് എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് com.test എന്നുള്ള പാക്കേജിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസിന്റെ പേര് ഹാൻഡിൽ മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ യൂസിങ് സെലക്ട് ക്ലാസ് എന്നുള്ളതാണ്. ഇവിടെ ക്രോം ഡ്രൈവറിന്റെ ഒരു ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം വിൻഡോ മാക്സിമൈസ് ചെയ്യാനും ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാനുള്ള കോഡും അതുപോലെ സ്റ്റാറ്റിക് വെയിറ്റ് ആയ 3 സെക്കൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് എന്ന ക്ലാസിന്റെ ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. സെലക്ട് ഈക്വൽ ടു സെലക്ട് എന്ന ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാം. സെലീനിയത്തിലെ ക്ലാസ് ആണ്. അതിനുശേഷം ന്യൂ സെലക്ട് വെബ് എലമെന്റ് പാസ് ചെയ്യണം. വെബ് എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗണിന്റെ ലൊക്കേറ്റർ ആണ്. by.id ഐഡിയുടെ വാല്യൂ കാർസ് എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ അത് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കണ്ടു. ഇനി ഈ ഒബ്ജക്ട് റെഫറൻസ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. സെലക്ട് ബൈ ഇൻഡെക്സ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, സെലക്ട് ബൈ വാല്യൂ എന്നുള്ള മെത്തേഡ് ഉണ്ട്, സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്താണ് ഡ്രോപ്പ് ഡൗണിലെ വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സെലക്ട് ബൈ ഇൻഡെക്സ് എന്നുള്ളതാണ്. ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. 0th ഇൻഡെക്സിലുള്ളത് വോൾവോ ആണ്. ഫസ്റ്റ് ഇൻഡെക്സിൽ സാബ്, സെക്കൻഡ് ഇൻഡെക്സിൽ ഓപ്പൽ, തേർഡ് ഇൻഡെക്സിൽ ഓഡി. അപ്പം നമ്മൾ ആദ്യമേ വോൾവോ എന്ന വാല്യൂ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻഡെക്സ് 0 പാസ് ചെയ്യണം. ഞാൻ ഇൻഡെക്സ് 0 പാസ് ചെയ്തു. അതിനുശേഷം ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള കോഡ് ആഡ് ചെയ്യുവാണ്. എക്സിക്യൂഷൻ ടൈമിൽ ഈ വാല്യൂസ് ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്യുന്ന ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെയിറ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത മെത്തേഡ് സെലക്ട് എന്ന ഒബ്ജക്ട് റെഫറൻസ് യൂസ് ചെയ്ത് കോൾ ചെയ്യാം. ഇതാണ് ഞാൻ വിളിക്കുന്നത് സെലക്ട് ബൈ വാല്യൂ എന്നുള്ള മെത്തേഡാണ്. ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ടത് സ്ട്രിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. സെലക്ട് ബൈ വാല്യൂവിനകത്ത് പാസ് ചെയ്യേണ്ടത് വാല്യൂ എന്ന ആട്രിബ്യൂട്ടിലെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അപ്പം ഇവിടെയുള്ള വാല്യൂ എന്ന ഈ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓപ്പൽ എന്നുള്ള കാറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓപ്പൽ എന്നുള്ള വാല്യൂ അതേപടി പാസ് ചെയ്യണം. ഞാനത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പാസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാനൊരു 3 സെക്കൻഡിന്റെ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ മെത്തേഡായ സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ്, അതായത് വിസിബിൾ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് എൻഡിൽ കാണുന്ന വാല്യൂ ആണ്. ഇവിടെ നമ്മൾ സ്ട്രിംഗ് ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യേണ്ടത്. ഇത് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കാണുന്ന, അതായത് ഫ്രണ്ട് എൻഡിൽ ഈ കാണുന്ന വോൾവോ, സാബ്, ഓപ്പൽ, ഔഡി. അപ്പോൾ ഇതിൻ്റെ അകത്തെ എല്ലാ കാറിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഔഡി എന്നുള്ള വാല്യൂ ആണ്. ഞാൻ അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് എന്ന മെത്തേഡിനകത്ത് പാസ് ചെയ്തു. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂസ് ഡീസെലക്ട് ചെയ്യാനുള്ള മെത്തേഡ്സും സെലക്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീസെലക്ട്
വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രോപ്പ് ഡൗൺ മൾട്ടി സെലക്ട് ആയിരിക്കണം. മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗണിന്റെ കേസ് മാത്രമേ ഡീസെലക്ട് വർക്ക് ആവുള്ളൂ. സിംഗിൾ സെലക്ട് ഡ്രോപ്പ് ഡൗണിന്റെ കേസിൽ ഡീസെലക്ട് എന്നുള്ള മെത്തേഡ്സ് വർക്ക് ആവുകയില്ല. സെലക്ട് ഡോട്ട് ഞാൻ ആദ്യമേ സെലക്ട് ചെയ്ത വോൾവോ എന്നുള്ള വാല്യൂ അൺസെലക്ട് ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്യുവാണ്. അതിനുവേണ്ടി സെലക്ട് ഡോട്ട് ഡീസെലക്ട് ബൈ ഇൻഡെക്സ് 0 എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം 3 സെക്കൻഡിന്റെ വെയിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം സെലക്ട് ഡോട്ട് ഡീസെലക്ട് ബൈ വാല്യൂ ആയിട്ട് ഓപ്പൺ എന്നുള്ളത് ഞാൻ പാസ് ചെയ്യുന്നു. ഡീസെലക്ട് ആണ്. വീണ്ടും ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കണം. എക്സിക്യൂഷൻ ടൈമിൽ ക്ലിയർ ആയിട്ട് ആ ഡീസെലക്ഷൻ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ഡീസെലക്ട് മെത്തേഡായ സെലക്ട് ഡോട്ട് ഡീസെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് അവിടെ ഔഡി എന്നുള്ള വാല്യൂ പാസ് ചെയ്യുവാണ്. അതിനുശേഷം ഒരു ത്രെഡ് ഡോട്ട് സ്ലിപ്പ് കൂടെ ആഡ് ചെയ്തു. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യമേ ഡ്രോപ്പ് ഡൗണിലെ ഫസ്റ്റ് വാല്യൂ ആയ അതായത് 0th ഇൻഡെക്സിലുള്ള വോൾവോ എന്നുള്ള വാല്യൂ സെലക്ട് ആവും. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം ഓപ്പൺ എന്നുള്ള വാല്യൂ സെലക്ട് ആവും. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം ഔഡി എന്നുള്ള വാല്യൂ സെലക്ട് ആവും. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം ഡീസെലക്ട് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ 0th ഇൻഡെക്സിലുള്ള വോൾവോ എന്ന വാല്യൂ അൺസെലക്ട് ചെയ്യും. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം ഡീസെലക്ട് ബൈ വാല്യൂ എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഓപ്പൺ എന്ന വാല്യൂ ഡീസെലക്ട് ചെയ്യും. അതിനുശേഷം 3 സെക്കൻഡിന് ശേഷം ഡീസെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഔഡി എന്ന വാല്യൂ ഡീസെലക്ട് ചെയ്യും. ഇനി നമുക്ക് ഈ ജാവ ക്ലാസ് റൺ ചെയ്ത് ഇത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് മൾട്ടി സെലക്ട് അതിനകത്ത് വോൾവോ സെലക്ട് ആയിരിക്കുന്നത്. 3 സെക്കൻഡിന് ശേഷം ഓപ്പൺ സെലക്ട് ആയി. വീണ്ടും 3 സെക്കൻഡിന് ശേഷം ഓഡി സെലക്ട് ആയി. 3 വാല്യൂസും അറ്റ് എ ടൈം സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം വോൾവോ ഡീസെലക്ട് ആയി. അതിനുശേഷം ഓപ്പൽ ഡീസെലക്ട് ആയി. അതിനുശേഷം ഔഡി ഡീസെലക്ട് ആയി. എല്ലാം 3 സെക്കൻഡ് ഗ്യാപ്പിലാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പം പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്കായി. ഇനി നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ ഇൻഡിവിജ്വലായിട്ട് ഈ 3 ഡീസെലക്ട് മെത്തേഡ് വിളിക്കുന്നതിന് പകരം ഡീസെലക്ട് ഓൾ എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ ഇവിടം തൊട്ട് ഇത്രയും ഭാഗം ഞാൻ കമൻറ്റ് ചെയ്യുവാണ്. അതിനുശേഷം സെലക്ട് ഡോട്ട് ഡീസെലക്ട് ഓൾ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുവാണ്. ഈ മെത്തേഡ് നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൾട്ടിപ്പിൾ വാല്യൂസ് ഒറ്റയടിക്ക് ഡീസെലക്ട് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ മെത്തേഡ് വിളിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു ഓപ്ഷനാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ ക്ലാസ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. സ്റ്റാൻഡേർഡ് മൾട്ടി സെലക്ടിനകത്ത് ആദ്യം വോൾവോ സെലക്ട് ആയി. 3 സെക്കൻഡിന് ശേഷം ഓപ്പൽ സെലക്ട് ആയി. വീണ്ടും 3 സെക്കൻഡിന് ശേഷം ഔഡി സെലക്ട് ആയി. 3 സെക്കൻഡിന് ശേഷം 3 വാല്യൂസും ഒറ്റയടിക്ക് ഡീസെലക്ട് ആയി. അങ്ങനെ ഡീസെലക്ട് ആകാൻ കാരണം നമ്മൾ ഈ സെലക്ട് ഡോട്ട് ഡീസെലക്ട് ഓൾ എന്നുള്ള മെത്തേഡ് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും സെലീനത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ചെയ്യുന്നത്
എങ്ങനെയെന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രോപ്പ് ഡൗണിന്റെ ടാഗ് സെലക്ട് ടാഗ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.